മലയാള ക്രൈസ്തവ ഗാനലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ ഒട്ടനവധി മനോഹര ഗാനങ്ങളുണ്ട്. അവയിൽ വിശ്വാസികളുടെ മനസ്സിൽ പാടിപ്പതിഞ്ഞ ഒരു മനോഹര ഗാനമാണ് അനുഗ്രഹത്തിൻ അധിപതിയെ എന്ന ഈ ഗാനം. ഈ ഗാനം ഒരിക്കലെങ്കിലും പാടാത്ത മലയാളികളായ ക്രിസ്ത്യാനികളുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഏകദേശം 9 പതിറ്റാണ്ടുകളായി സ്വഭാവവ്യത്യാസമില്ലാതെ നാം പാടുന്ന ഈ മനോഹര ഗാനം രചിച്ചത് യശശരീരനായ ബ്രദർ സഭാ സുവിശേഷകൻ ശ്രീ എം.ഇ. ചെറിയാനാണ്. കുമാരനാശാന്റെയും ചങ്ങമ്പയുടെയും ഒക്കെ കവിതകളിൽ നാം കണ്ട് പരിചയിച്ചിട്ടുള്ള പതലാളിത്യവും കാവ്യശൈലിയും ആഴമേറിയ ആശയവും ഈ ഗാനത്തെ മറ്റ് ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്നു. ഏറ്റവും ലളിതമായ പദങ്ങളും ശ്രവ്യസുഖം നൽകുന്ന ഈണവുമുള്ള ഈ ഗാനം പിറന്നത് എങ്ങനെയെന്നറിയുമ്പോഴാണ് ഈ ഗാനം നമുക്ക് കൂടുതൽ ഹൃദ്യമായി മാറുന്നത്. ഈ പാട്ട് വന്ന വഴി ഇതാണ്. സുവിശേഷവേല ഇന്ന് അത്രയൊന്നും കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് എന്ന് തോന്നുന്നില്ല. അത്യാവശ്യം സുഖസൗകര്യങ്ങളൊക്കെ എവിടെയും ഒട്ടുമിക്കവർക്കും ഇന്നുണ്ട്. നമുക്കില്ലാതെ പോയത് വേലയോടുള്ള ശരിയായ സമർപ്പണമാണ്. എന്നാൽ സുവിശേഷവേല കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും ഒക്കെ വേല മാത്രമായിരുന്ന ഒരു കാലഘട്ടം, ഒരു നല്ല കാലം നമുക്കുണ്ടായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായി ഇന്നും ചിലയിടങ്ങളിലൊക്കെ അതുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കുമ്പനാടിന് അടുത്തുള്ള കുറിയന്നൂർ എന്ന കൊച്ചു ഗ്രാമത്തു നിന്നും കൊച്ചു സാർ എന്ന് നാട്ടുകാർ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ശ്രീ എം.ഇ. ചെറിയാൻ തൻ്റെ അധ്യാപക ജോലി രാജിവെച്ച് തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങളുടെ നഗരമായ മധുരയിലേക്ക് ഒരു ദിവസം വണ്ടി കയറി. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു: നരകത്തിൽ ആളുകളുടെ എണ്ണം എങ്ങനെയും കുറയ്ക്കുക. മധുരയുടെ ഗ്രാമങ്ങളിൽ ഭാര്യ മറിയാമ്മയുമായി ലോകമാകുന്ന വയലിൽ കണ്ണുനീരോടെ സുവിശേഷത്തിൻ്റെ വിത്ത് അവരെ വിതച്ച് നടന്നിരുന്ന ഒരു കാലം. സുബ്രഹ്മണ്യപുരം എന്ന ഗ്രാമത്തിൽ ഒരു ചെറിയ വാടക വീട്ടിലായിരുന്നു അന്ന് അവർ താമസിച്ചിരുന്നത്. ഭാര്യ മറിയാമ്മയുടെ കടിഞ്ഞൂൽ പ്രസവം അടുത്തിരുന്ന സമയം. അനുഗ്രഹത്തിന് അധിപതിയെ എന്ന പ്രശസ്ത ഗാനത്തിൻ്റെ പിറവിയുടെ കഥയ്ക്ക് ചെറിയാൻ മറിയാമ്മ ദമ്പതികളുടെ മൂത്ത മകൻ ജെയിംസിൻ്റെ ജനനവുമായി വളരെ ബന്ധമുണ്ട്. ഈ ഗാനത്തിൻ്റെ പശ്ചാത്തലം ശ്രീ എം.ഇ. ചെറിയാൻ തന്നെ നമ്മളോട് പറയട്ടെ. ആദ്യത്തെ പ്രസവ സമയം ഞാൻ അവളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് അല്പം അസുഖമായിട്ട് പോകുന്നു, ആശുപത്രിയിലാക്കണം. അപ്പൊ ആശുപത്രിയിലാക്കാൻ അവിടെ പ്രൈവറ്റ് ആശുപത്രികൾ പല അടുത്തുണ്ട്. പക്ഷെ പ്രൈവറ്റ് ആശുപത്രിയിലാക്കിയാൽ നല്ല തുക ചാർജ് കൊടുക്കണം. എനിക്കതിന് യാതൊരു വഴിയുണ്ട്. ഗവൺമെന്റ് ആശുപത്രിയിലാക്കിയാൽ ഫ്രീയാണ്. ഗവൺമെന്റ് ആശുപത്രി ഞാൻ താമസിക്കുന്നിടത്തുനിന്നൊരു 5 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ ഉടനെ 5 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോകാന്ന് പറയുന്നത് കൊണ്ടുപോയി ദൂരത്തിനുള്ളൂ ഗവൺമെന്റ് ആശുപത്രിയിൽ അറ്റൻഡ് ചെയ്യാനുള്ളൂ. അപ്പോ എനിക്കതിനുള്ള അവിടെ എങ്ങനെയൊരു ഒരു കുതിരവണ്ടിയിലോ എല്ലാം കയറ്റി കൊണ്ടുപോകാനുള്ള കാശില്ല. ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ഇപ്പോൾ ഒരു മുസ്ലിം കുതിരവണ്ടിക്കാരൻ, എനിക്ക് മുഹമ്മദിയുണ്ട് അവിടെ. ഞാൻ നേരോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയ്ക്കൊരു പ്രസവ വേദനയാണുള്ളത്, പ്രശ്നമാണ്, ഗവൺമെന്റ് ആശുപത്രിയിലാണ് ആക്കെങ്കിലും എനിക്ക് ഭയങ്കര ഉപദേശിച്ച് കാശ് എനിക്ക് ഇപ്പോൾ തരുന്നില്ല, ഞാൻ അപ്പുറം തന്നിരുന്നേ, എന്നെ ശരിയില്ല നിങ്ങൾക്ക് ആ പണം അപ്പുറം തന്നിരുന്നു. അങ്ങനെ ഉടനെ പറഞ്ഞു, ഇത് കാശാ പിരിച്ച് വാങ്ങിയ അമ്മ കൂട്ടിട്ട് വാങ്ങിയ സീക്കിരം കാശ് പിരിച്ച മനുഷ്യൻ തന്നെ പിരിച്ച് എന്ന് പറഞ്ഞ് എന്നെ ഉടനെ കുട്ടനാൻ പറഞ്ഞ് ആ വണ്ടി കയറ്റി ഞാൻ അവിടെ കൊണ്ട് ഗവൺമെന്റ് ആശുപത്രി ചെന്നു.
ഗവൺമെന്റ് ചെന്നുടനെ ഒരു നേഴ്സ് എന്താണെന്ന് ചോദിച്ച കാര്യം പറഞ്ഞപ്പോൾ അവളെ കുട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിപ്പോൾ ഞാൻ ആ ഭാഗത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ ആ ഭാഗത്ത് നിൽക്കുമ്പോൾ നേഴ്സ് പുറകോട്ട് തിരിഞ്ഞു നോക്കി എന്നോട് പറഞ്ഞു, ആളുകൾ ആരെങ്കിലും നിൽക്കக்கூடாது, പോ വീട്ടിൽ പോ, ആ പാട്ടുന്ന ആളുകളെല്ലാം നിൽക്കാതെ പോ വീട്ടിൽ പോകുന്നു. ഈ നേഴ്സ് പറഞ്ഞു. ആ നേഴ്സോട് പറഞ്ഞു, നീക്കാണ് നിൽക്കണമെന്ന് താല്പര്യം, ഇപ്പൊ പോകേ ആളുകൾ നിൽക്കக்கூடாது. അപ്പൊ എന്റെ ഭാര്യ എന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കി. എനിക്കിങ്ങനെ ഒരു ടാറ്റ വന്നു. എനിക്കെന്തോ അത് എന്റെ ഹൃദയത്തിൽ എന്നോട് ഒരു 5 യാത്ര അവൾ പറയുകയാണെന്ന് എനിക്ക് ഇടി കിട്ടുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും പറഞ്ഞില്ല. അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഇങ്ങനെ എന്നെ ടാറ്റ. അതെനിക്ക്, അതായത് ആദ്യത്തെ പ്രസവമാണ്, അനേക പ്രസവത്തോടെ മരിക്കാറുണ്ട്, സഹായത്തിനും ആരുമില്ല. ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ തിരിഞ്ഞെന്നോടിങ്ങനെ ഒരു ടാറ്റ പറഞ്ഞത്. പറഞ്ഞിട്ട് അവൾ മുഖം തിരിച്ച് അന്ന് നടന്നു പോയി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. കരഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അന്ന് രാത്രി ഇത് മെഴുകിയ പാട്ടാണ് അന്ന് രാത്രി ആശുപത്രിയിൽ നിന്നും ചെറിയാൻ വാടക വീട്ടിൽ മടങ്ങിയെത്തി. പല ചിന്തകൾ മനസ്സിൽ തിരകളായി ഉയർന്നു വന്നു. ഭീതിയുടെ കാർമേഘങ്ങൾ പ്രാർത്ഥനയാൽ വേഗം നീങ്ങി. പ്രത്യാശയുടെയും ദൈവാശ്രയത്തിൻ്റെയും ചിന്തകൾ ഹൃദയത്തെ ഭരിച്ചു. ആ രാത്രിയുടെ ഏകാന്തതയിൽ MEC കടലാസും പേനയും എടുത്തു. ആ രാത്രിയിൽ ME ചെറിയാൻ മറിയാമ്മ ദമ്പതികൾക്ക് ഒരു ആൺകുഞ്ഞും മലയാള ക്രൈസ്തവ കൈരളിക്ക് അനുഗ്രഹത്തിന് അധിപതിയെ എന്ന മനോഹര ഗാനവും പറഞ്ഞു. MEയുടെ പേനയിൽ നിന്നും അക്ഷരങ്ങൾ ആ കടലാസിലേക്ക് ആ അരണ്ട വെളിച്ചത്തിൽ ഒന്നൊന്നായി പിറന്നു വീണു. പ്രസവത്തോടെ ഭാര്യ മരിച്ചു പോകുമെന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ആ രാത്രിയിൽ അദ്ദേഹം കർത്താവിനോട് പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഭാര്യ മറിയാമ്മ അവിടുന്ന് അവളെ എന്നിൽ നിന്ന് എടുത്താലും ഞാൻ പതറുകയില്ല. അദ്ദേഹത്തിൻ്റെ തൂലികത്തുമ്പിൽ നിന്നും മുതിർന്ന ആ അക്ഷരങ്ങൾ ദൈവാശ്രയത്തിൻ്റെ പ്രഖ്യാപനങ്ങളായി. തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകയില്ല അദ്ദേഹം എഴുതി. ശിക്ഷയിൽ ഞാൻ പതറുകില്ല, മക്കളെങ്കിൽ ശാസനകൾ, സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. ദൈവിക കരുതലിലുള്ള ആശ്രയം ആ രാത്രിയിൽ മനസ്സിൽ വന്ന ഭയത്തിൻ്റെ കർമ്മങ്ങളെ ഒന്നൊന്നായി നീക്കി. ബന്ധക്കാരും സ്വന്തക്കാരും ഒന്നുമില്ലാത്ത അന്യനാട്ടിൽ കർത്താവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഭയത്തിൻ്റെ ആവശ്യമെന്ത് എന്ന് മനസ്സ് പറഞ്ഞു. വല്ലഭൻ എൻ്റെ അഭയമെങ്കിൽ എന്തിന് ഭയപ്പെടണം? അദ്ദേഹം അക്ഷരങ്ങൾ ഒന്നൊന്നായി കടലാസിൽ കോറിയിട്ടു. പാപികൾക്ക് വേണ്ടി ജീവൻ തന്ന ആ കർത്താവെ, ഞാൻ അവൻ്റെ ദാസനാണ് എങ്കിൽ എന്നെ തള്ളുകയില്ല എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സ് പ്രത്യാശയിൽ നിറഞ്ഞ് പൂവിൽ നിന്നും മധു ഇറ്റിറ്റ് വീഴുന്നത് പോലെ ആ തുലിയിൽ നിന്നും അക്ഷരങ്ങൾ ഒന്നൊന്നായി കുനിഞ്ഞു. ഇതാണ് ആ വരികൾ. തള്ളിടുമോ ഏഴയനെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ. തന്നുയിരേ പാപികൾക്കായി തന്നവനാ നീനിയും, തള്ളിടുമോ ഏഴയനെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ. തീച്ചുളയ്ക്ക് സമാനമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയ MEയുടെ പേനയിൽ നിന്നും 300-ൽ പരം മനോഹര ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് ലഭിച്ചു. അനുഭവങ്ങളുടെയും പ്രതിസന്ധികളുടെയും തീച്ചുളയിൽ നിന്നും ജന്മം കൊള്ളുന്ന ഗാനങ്ങളായിരുന്നു അവയെല്ലാം. ഇന്ന് അങ്ങനെയുള്ള ഗാനങ്ങൾ
അന്യം നിന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ അനശ്വര ഗാനത്തിൻ്റെ ഒടുവിലത്തെ ചരണത്തിൽ അദ്ദേഹം എഴുതിയതുപോലെ 1993 ഒക്ടോബർ മാസം 2 താൻ മണ്ണിൽ മറിഞ്ഞു, വിണ്ണിൽ തൻ്റെ നാഥൻ്റെ സന്നിധിയിൽ ചേരുന്നതിനായി. ആരിടമാം ആഴ്മണലിൽ